അങ്ങനെ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ പുസ്തകമൊക്കെ പൊതിഞ്ഞ് തരാൻ പറയുന്നു. അപ്പോൾ ഞാൻ ഓരോ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ പൊതിയാന്ന് വിചാരിച്ചു. അവന് ടെക്സ്റ്റ് പുസ്തകം കിട്ടിയിട്ടില്ല, നോട്ട് പുസ്തകം മാത്രമേ ഉള്ളൂ. അലക്സ പ്ലേ താരാപഥം. അപ്പോൾ ഇനി 6ാം ക്ലാസ്സിലേക്കാട്ടോ. അപ്പം അവന് ഒറ്റയ്ക്ക് പൊതിയാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് പൊതിയാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 മാസം ഒരു റുട്ടീനും ഇല്ലാതെ കേട്ടോ പോയിക്കൊണ്ടിരുന്നിരുന്നത്. എനിക്കാണെങ്കിൽ സ്കൂളൊക്കെ ഉള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്താ പറയുക, എണീക്കാനും ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഓരോ ടൈമുണ്ട്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ പിന്നെ അതൊക്കെ എന്താ പറയുക മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി അതൊക്കെ ആദ്യമൊക്കെ തുടങ്ങണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്കൂൾ ഒരുക്കങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മെൻ്റലി അതിനൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പുസ്തകം പൊതിയലൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി അവൻ്റെ സ്റ്റഡി ഏരിയയും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് വന്നതാണ്. ബാഗൊന്നും അവനങ്ങനെ പുതിയത് വേണമെന്നൊന്നും വാശി പിടിച്ചിട്ടില്ല കേട്ടോ പ്രാവശ്യം. അപ്പോൾ പഴയ ബാഗ് തന്നെ നമ്മളൊന്ന് കഴുകി ഒക്കെ ഉണക്കിയെടുത്തതാണ്. അതിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു തന്നെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അതന്നെ മതി. അങ്ങനെ ഒരു കാര്യത്തിനും ഇന്നത് വേണം അങ്ങനെയൊന്നും പറഞ്ഞ് വാശി പിടിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറല്ല കേട്ടോ അപ്പൂന്. ബോക്സ് പോലും പുതിയത് വാങ്ങിച്ചിട്ടില്ല. പഴയതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ബോക്സ് എന്തായാലും നമുക്ക് പുതിയത് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഈ ഒരു ഷെൽഫ് ഓപ്പണാണ്, അപ്പോൾ അതിന് പുസ്തകം വെക്കാനും എടുക്കാനൊക്കെ എളുപ്പമാവുമല്ലോ. ബാക്കിയുള്ള ഭാഗം നമ്മളൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തുടച്ചെടുത്തു. പിന്നെ അവൻ്റെ പെൻ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവൻ അറേഞ്ച് ചെയ്തു. എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു ബേ വിൻഡോയിൽ അവിടെ ഇരുന്നിട്ടും വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ അവനവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എനിക്ക് വായിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇരുന്ന് കാണിച്ചു തരുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ റൂമിൽ വന്നതാണ്. ഇതവൻ്റെ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് അവൻ്റെ ഡെലിവറി ടൈമിലുള്ള സ്റ്റോറേജ് ബോക്സ് ആട്ടോ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിൽ തന്നെയാണ് അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കണത്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ സൈസൊക്കെ കുറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയതൊക്കെ അങ്ങനെ ഒഴിവാക്കിയിട്ട് പുതിയ നല്ല ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം വെച്ചു. അപ്പം ഇങ്ങനെയുള്ള ബോക്സുകളിലാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് എടുക്കാനും മടക്കി വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. ആദ്യം പിന്നെ +1 ഇനി. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നൊന്നുമില്ല. എല്ലാം അവൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പവും ചെയ്യും, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി എല്ലാ മക്കൾക്കും എന്താ പറയുക പുതിയൊരു അക്കാദമിക് ഇയർ ആശംസിക്കുകയാണ്. അടിപൊളിയാവട്ടെ. ഒപ്പം പാരൻസിനും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.